അപ്പോൾ നമ്മളിത് അമ്പിൻ്റെ പ്രദക്ഷിണം കാണാൻ പോവുകയാണ്. ആളൂരാർക്ക് അമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിപാടി തന്നെ ഉണ്ടോ. അവിടെ എന്ത് നടന്നാലും എന്തുണ്ടായാലും തന്നെ അവരൊരു എന്തോ ഒരു സംഭവമൊക്കെ വെച്ച് കെട്ടി മാലകളൊക്കെ ഇട്ട് നല്ല രസത്തിൽ തന്നെ ആക്കുട്ടോ. മിക്ക ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഇത് കാണാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ എല്ലാവരുടെ വീട്ടിലും ലൈറ്റിങ്സും പോലീസ് ഐറ്റംസൊക്കെ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് അമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രിയപ്പെട്ടതും സപ്പോർട്ടീവുമാണ്. അപ്പോൾ ഇവർ ഈ അമ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ മാലവിളിപ്പ് അല്ലെങ്കിൽ സംഭവമൊക്കെ വെച്ചിട്ടായിരിക്കും ആഘോഷിക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും അമ്മ നേരെ കൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വഴി പോണ വഴിക്ക് കുറേ വീടുകൾ കാണുന്നുണ്ട്. ഈ വീടുകളിൽ എല്ലാ വീടുകളിലും പോകുമ്പോൾ നമുക്ക് നട്ടന്ന് കാണാൻ പാകത്തിനുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത്ര നമുക്ക് ഒരു സ്ഥലത്തേക്കും പോകണ്ട. ഇതൊക്കെ കണ്ടു കൂടി ഇരുന്നാൽ വഴിക്ക് പോകാൻ കുറച്ച് നേരം എടുക്കും. പതുക്കെ പതുക്കെയാണ് പോകുന്നത്. കാരണം സാധനങ്ങളൊക്കെ കാണാൻ തരികയാണ്. ഏത് സൈഡിൽ കാണിക്കണമെങ്കിൽ അറിയില്ല. കാരണം എല്ലാ സൈഡിലും വെറൈറ്റി ഇത് എടുത്തിട്ടില്ല. പരിപാടികളുണ്ട്. ഞാൻ വേറെ വീട്ടിൽ ഇടാം കേട്ടോ. ആ കുട്ടി ഒരു കീബോർഡ് വെച്ച് പെർഫോം ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ ഇതിൽ കുറേ വീടുകൾ അവിടെയും കഴിഞ്ഞ് കുറേ വീടുകൾ പള്ളിയിൽ പോണ വഴി കാണാൻ കേൾക്കണേ. ഈ നീണ്ട പാതകളിൽ അങ്ങോട്ട് തൊട്ടു ഈ വഴിയൊക്കെ പതുക്കെ പോകണോണ്ടാണ്. പക്ഷെ ഇത്ര നല്ല സാധനം ഇവിടെ കാണാൻ കിട്ടും. അതല്ല കിടുക്കാച്ചി ഐറ്റംസൊക്കെയാണ് എല്ലാ സ്ഥലത്തും ഇടാറുള്ളത്. ഒന്നും വെറുതെ പോകാറില്ല. പെട്ടെന്നാണ് വരെ ഈ മാലകൾ പറയണ്ട. കപ്പേള തന്നെ കണ്ടാൽ മതി മക്കളെ. രണ്ട് സൈഡിലും ഒരേ കാര്യം തന്നെയാണ്. എല്ലാ വീട്ടിലും ഇതെല്ലാം കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കാണേണ്ടതായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോകണോണ്ടാണല്ലോ കാണാത്തത്. അധികം കപ്പേള തന്നെ കണ്ടില്ലേ? എന്താ ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല എനർജി വേണം. ബിക്കോസ് നമുക്ക് ആദ്യം ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചു കലാകാരൻ ആളൂരിന്റെ അഭിമാനമാണ്. നാളെ സ്റ്റീഫൻ ദേവസ്യനെയൊക്കെ നമ്മൾ പറഞ്ഞ് അറിയുന്ന പോലെ തന്നെ ആളൂരിനി അഭിമാനിക്കപ്പെടുന്നത് ഈ സെയിന്റ് ജോസഫ് ദേവാലയം അല്ലെങ്കിൽ ഈ ഇടവകക്കാർക്ക് അഭിമാനം ഇനി ലോകം മുഴുവൻ നെറുകയിൽ കൊണ്ടെത്തിക്കാൻ പോകുന്നൊരു കലാകാരനാണ്. അഭിഷേക് വരെ പറഞ്ഞൊരു കൈയ്യടി കൊടുത്തേ.